എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷവും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്കുള്ള റീഫണ്ട്, അതായത് നിങ്ങൾ LBS വെബ്സൈറ്റ് വഴി അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസ റീഫണ്ടായിട്ട് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ റിക്വസ്റ്റ് നൽകാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് ആദ്യം സെൽഫ് ഫിനാൻസ് കിട്ടി പിന്നീട് ഗവൺമെൻറ് കോളേജിലേക്ക് മാറിയപ്പോൾ നിങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ ഒരു ചെറിയൊരു ഫീസ് ഉണ്ടാകും. ഏകദേശം ഒരു 2000-അടുത്ത് ആ ഒരു പൈസ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പൈസ റീഫണ്ടിനായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റീഫണ്ട് റിക്വസ്റ്റ് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഏകദേശം ഒരു മാസത്തോളമാണ് ഇതിന് അവസരം ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ആ ഒരു ലോഗിൻ ചെയ്ത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, അതായത് നിങ്ങളുടെ ബാങ്കിൻ്റെ, അതായത് ഏത് ബാങ്കാണ്, അതായത് SBI ആണെങ്കിൽ ആ ഒരു ബാങ്ക് ഏത് ബാങ്കാണോ ആ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു പകർപ്പ്, അതായത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകണം. അതിൽ നിങ്ങളുടെ ആ ഒരു ബാങ്കിൽ നിങ്ങളുടെ പേര്, അതായത് അക്കൗണ്ട് ഹോൾഡറുടെ പേര്, അതുപോലെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ തന്നെ ഉള്ള കോഡുകളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ചില ബാങ്കുകളുടെ പാസ്ബുക്കിൽ ബാങ്കിൻ്റെ ആ ഒരു പാസ്ബുക്കിൻ്റെ കവർ പേജിലായിരിക്കും ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതായത് ആ ഒരു കവർ പേജിലും അതുപോലെ തന്നെ ആദ്യത്തെ പേജിലായിരിക്കും നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു രണ്ട് ഭാഗങ്ങളുടെയും പകർപ്പ്, അതായത് ആ ഒരു ഫ്രണ്ട് പേജിലെ അത് കവറിൻ്റെയും അതുപോലെ തന്നെ ആദ്യത്തെ പേജിൻ്റെയും ആ ഒരു കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതായത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് റീസൺ ചോദിക്കും, റീഫണ്ടിനായിട്ടുള്ള റീസൺ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സസ് ഫീ റീഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് ആ ഒരു രണ്ട് രീതിയിലുള്ള, അതായത് നോട്ട് ജോയിൻ ദ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ഈ റീസൺ ഉണ്ടാവുക. അതായത് എക്സസ് റീഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടി പിന്നീട് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന സമയത്ത് ആദ്യം നിങ്ങൾ അടച്ചതിൽ നിന്നും നിങ്ങൾക്ക് എക്സ്ട്രാ തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്ന ഒരു തുകയുണ്ടാകും. അതായത് ആ ഒരു പൈസയാണ്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടിനായിട്ട് എക്സസ് ഫീ റീഫണ്ട് എന്നുള്ള ആണ് റീസൺ നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടില്ല, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്ത ശേഷം പിന്നീട് അവിടെ നിന്നും ഡ്രോപ്പ് ആയിട്ടുണ്ട്, അതായത് അവിടെ നിന്നും ഒഴിവായിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നോട്ട് ജോയിൻ ദ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് റീസൺ നൽകേണ്ടത്. അതായത് എന്താണ് റീസൺ, ആ റീസൺ കറക്റ്റായിട്ട് നൽകുക. അപ്പോൾ ഇങ്ങനെ നൽകിയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഈ റീഫണ്ട് റിക്വസ്റ്റ് നൽകിയ ശേഷം റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു റീഫണ്ട് റിക്വസ്റ്റുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ LBS സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.